ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് പറയാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ ഒരുപാട് പേർക്ക് ഓരോ കാര്യങ്ങൾ സാധിച്ചു കിട്ടാനായിട്ട് വളരെ വിഷമിക്കുന്നുണ്ട്. ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ജോലി ലഭിക്കാനും വീട് ലഭിക്കാനും പണം ലഭിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ടെക്നിക്കുകൾ പറഞ്ഞു തരാനാണ് ഓരോരുത്തരും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് പറയാൻ പോകുന്നത്. ഞാനിത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഏത് ആഗ്രഹങ്ങൾക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യം, ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് പണം വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ മാരേജ് നടക്കണം, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട് മാരേജ് നടക്കണം, പിന്നെ അതുപോലെ നിങ്ങൾക്ക് നല്ലൊരു വീട് വേണം, നല്ലൊരു കാറ് വേണം, അങ്ങനെ എന്തും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം ഇതിലൂടെ കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ, നിങ്ങളുടെ ഹെൽത്തിന്റെ ആവശ്യത്തിന്, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം മാറാൻ, എന്തെങ്കിലും അസുഖം നിങ്ങൾക്കുണ്ട്, രോഗം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറാനും ഈ ടെക്നിക്ക് ഉപയോഗിക്കാം കേട്ടോ. അത് ഈ ടെക്നിക്ക് ഉപയോഗിച്ച് അസുഖം മാറിയവരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അസുഖം മാറാനും നിങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ് ആകാനും നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്ത് കാര്യം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ എന്ത് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ആദ്യം നിങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ലഭിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അത് കഴിഞ്ഞ് അത് ലഭിച്ചു കഴിഞ്ഞാൽ പടിപടിയായിട്ട് നിങ്ങൾ വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോവുക കേട്ടോ. അപ്പൊ പെട്ടെന്ന് ലഭിക്കുന്ന കാര്യമാണെങ്കിലായിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നത്. അപ്പൊ വലിയ കാര്യങ്ങൾ, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ അതിന് കുറച്ച് ടൈം എടുക്കും. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്നൊരു ചെറിയ കാര്യം ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഒരു കോൺഫിഡൻസ് കിട്ടുമല്ലോ, അപ്പൊ അത് ആഗ്രഹം സാധിക്കുമെന്ന്. അപ്പൊ വീണ്ടും നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ 5-5-5 മെത്തേഡ്, അതായത് 5-5-5 മെത്തേഡ് എന്നാണ് ഇനി പറയുന്നത്. അതിങ്ങനെ എങ്ങനെയാന്ന് വെച്ചാൽ 5-5 × 5 നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം 55 പ്രാവശ്യം എഴുതണം. അത് 5 ദിവസം എഴുതണം. അതാണ് ഈ ഒരു മെത്തേഡ്. അത് നമ്മൾക്ക് ആ 5 ദിവസം എഴുതി കഴിയുമ്പോൾ 5ാമത്തെ ദിവസം കൂടെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിന് റിസൾട്ട് കിട്ടും. അതായത് 5 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുന്ന ഒരു മെത്തേഡാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള മെത്തേഡാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന 5 എന്ന് പറയുന്ന ആ ഒരു നമ്പർ തന്നെ വളരെ പവർഫുൾ ആണ്. അപ്പൊ ഇതില് 555 ഇല്ലേ, 5-5 എന്നത് നമ്മുടെ പേഴ്സണൽ പവറിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതുപോലെ ഇതില് 5 എന്ന് പറയുന്ന ആ ഒരു സംഖ്യ പഞ്ചഭൂതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് പ്രപഞ്ചശക്തി അല്ലെ. അപ്പൊ നമ്മളുടെ പേഴ്സണൽ പവറും പ്രപഞ്ച ശക്തിയുടെ ആ ഒരു പവറും കൂടെ ചേരുമ്പോൾ, രണ്ടും കൂടെ കൂടി ചേർന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നമ്മൾക്ക് സാധിച്ചു കിട്ടുന്നത്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് കേട്ടോ. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുമ്പോൾ ഇത് ലഭിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ ചെയ്യണം. അപ്പൊ ഒന്ന് പരീക്ഷിച്ച് നോക്കാം, ഇത് കിട്ടുമല്ലോ എന്ന് നോക്കാം എന്നുള്ള ഒരു ഇത് നിൽക്കരുത്. നിങ്ങൾ ഇതിൽ പൂർണ്ണമായും വിശ്വസിക്കണം. നിങ്ങളുടെ കാര്യം പ്രപഞ്ചം സാധിച്ചു തരും, യൂണിവേഴ്സ് അത് നിങ്ങളിലേക്ക് തരും, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മാത്രം ചെയ്യണം. നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നിങ്ങളുടെ വിശ്വാസം എത്രത്തോളം ഉണ്ടോ അത്രയുമാണ് നിങ്ങൾക്കത് കിട്ടാനുള്ള സ്പീഡ്, അത്രയും സ്പീഡ് നിങ്ങൾക്കത് ലഭിക്കും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് വളരെയധികം ശക്തിയുണ്ട്, വളരെ പവർഫുൾ ആയിരിക്കും വാക്കുകൾ. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ, എത്ര വലിയ ആഗ്രഹങ്ങളാണെങ്കിലും അതിനെ കുറച്ച് ചെറിയൊരു വാക്യം ആക്കിയിട്ട് ചെറിയ വാക്കുകളിൽ അത് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ചെറിയൊരു വാക്ക്, മൊത്തം നിങ്ങളുടെ ആ വലിയ ആഗ്രഹത്തിനെ ചെറിയ വാക്കുകളിലാക്കി എഴുതുക. ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നിങ്ങൾക്കിപ്പം ഒരു 25,000 രൂപ വേണം, എനിക്കൊരു 25,000 രൂപ വേണം എന്ന് ആദ്യം നിങ്ങൾ എഴുതുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് സ്റ്റാർട്ട് ചെയ്യണം. 1 നമ്പർ ഇടുക, എനിക്ക് 25,000 രൂപ ലഭിച്ചതിനായി നന്ദി. രണ്ടാമത്, എനിക്ക് 25,000 രൂപ ലഭിച്ചതിനായി നന്ദി. അത് നിങ്ങൾ 55 തവണ എഴുതണം. ആ എഴുതുന്ന ഇടയ്ക്ക് നിങ്ങൾ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതണം. അതിനിടയ്ക്ക് ആരും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ആരും ഡിസ്റ്റർബ് ചെയ്യാത്ത ഒരു സ്ഥലത്തിരുന്ന് വേണം നിങ്ങൾ ചെയ്യാൻ. വാതിലടച്ചിട്ട് ചെയ്യാം. അതിനിടയ്ക്ക് പകുതി എഴുതിച്ച ഫോൺ കോളിൽ വരുവോ, ഫോണിന്റെ പുറകെ പോവോ, വേറെ ആരെങ്കിലും വിളിച്ചിട്ട് അതിന്റെ പുറകെ പോവോ ഒക്കെ ആണെന്ന് ഉണ്ടെങ്കിൽ അത് തെറ്റിപ്പോവും. വീണ്ടും നിങ്ങൾ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഫുൾ കോൺസെൻട്രേഷൻ നിങ്ങൾ അതിൽ കൊടുക്കണം.
അതുപോലെ തന്നെ നിങ്ങൾ എഴുതുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധിച്ച് അത് ലഭിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ ഇരുന്ന് മാത്രം എഴുതുക. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ആ ഒരു പണം അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ലഭിച്ചു, അത് ലഭിച്ചതായിട്ട് വിശ്വസിച്ചുകൊണ്ട് എഴുതുക, ലഭിക്കുന്നതായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് വേണം എഴുതാനായിട്ട്. അല്ലാതെ എംപോസിഷൻ എന്ന പോലെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ എഴുതി പോകരുത്. അപ്പൊ നിങ്ങളുടെ ആഗ്രഹം സാധിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ഫീൽ അതിൽ കൊടുക്കണം കേട്ടോ. ഏതെങ്കിലും ഒരു ടൈമിൽ ദിവസം ഒരു പ്രാവശ്യം ചെയ്താൽ മതി. ഒന്നുകിൽ നിങ്ങൾ രാവിലെ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ വൈകിട്ട് ചെയ്യുക. അപ്പോ ഒരു നേരം എഴുതിയാൽ മതി, ഒരു ദിവസം ഒരു നേരം എഴുതിയാൽ മതി. അപ്പോ അത് 5 ദിവസം എഴുതണം. അപ്പൊ നിങ്ങൾ ഏത് സമയത്താണ് എഴുതുന്നത്? ഇപ്പൊ രാവിലെ ആണെങ്കിൽ നിങ്ങൾ ഈ 5 ദിവസം രാവിലെ തന്നെ എഴുതുക. വൈകിട്ടാണെങ്കിൽ നിങ്ങൾ 5 ദിവസം വൈകിട്ട് തന്നെ എഴുതുക. ഒരേ ടൈം ആയിരിക്കണം. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഒരേ ദിവസം ആ ഒരേ ടൈമിൽ നിങ്ങൾ അതിന് ആ ഒരു കോൺസെൻട്രേഷൻ കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ ആ ഒരു കാര്യം സാധിച്ചു കിട്ടുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ കോൺസെൻട്രേഷൻ മുഴുവൻ ആ ഒരു കാര്യത്തിലേക്കാണ്. എല്ലാ ദിവസവും ആ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു കാര്യത്തിന് അത്രയും നിങ്ങളുടെ മനസ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ അത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അത് സാധിച്ചു കിട്ടുന്നത് കേട്ടോ. പ്രപഞ്ചശക്തിയും നിങ്ങളുടെ ആ ഒരു മൈൻഡ് പവറും എല്ലാം കൂടെ ചേർന്ന് നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് തരുന്നു. ഉറപ്പായിട്ട് അത് സാധിക്കുക തന്നെ ചെയ്യും. 100% റിസൾട്ടാണ്. എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യം ചെറിയ കാര്യം ചെയ്തു, ഇനി അടുത്ത വലിയ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യണം. കിട്ടുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് എന്താവശ്യത്തിന് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഒരു കാറ് വേണമെങ്കിൽ കാറ് വാങ്ങാനായിട്ട് ഉപയോഗിക്കാം. ജോലി ലഭിക്കാൻ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾ എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്ത് ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹം സാധിക്കും. അപ്പം 55 പ്രാവശ്യം 5 ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹം സാധിക്കും. അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടെ ചിലർക്ക് നീളാം. എല്ലാവരുടെയും ആ കോൺസെൻട്രേഷൻ പവർ ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ 5ാമത്തെ ദിവസം സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനടുത്ത ദിവസങ്ങളിൽ തീർച്ചയായിട്ടും സാധിക്കും കേട്ടോ. നിങ്ങൾ എഴുതിയ കാര്യം സാധിക്കാതിരിക്കത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അത് സാധിച്ചെടുക്കാൻ കഴിയട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കമന്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.